Meet the editors. ചോദ്യം ഇതാണ്, സംഗമം തിരിച്ചടിച്ചു. ഞാൻ ജിബിയിൽ നിന്ന് തുടങ്ങാം. സംഗമം തിരിച്ചടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആഗോള സംഗമം, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ പറഞ്ഞത് ദേവസ്വം ബോർഡിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ചെലവില്ലാതെ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണ് നടത്താൻ പോകുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു 2 കോടി രൂപയോളം ദേവസ്വം ബോർഡിന് കിട്ടാനുണ്ട്. അതൊന്ന്. 2, കണക്കുകളിലും ക്രമക്കേടുകളുണ്ട് എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമവും പാളിയോ? അതാണ്, ആഗോള അയ്യപ്പ സംഗമവും പാളി എന്നുള്ളതാണ്. പല തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, കണക്കില്ല. 2, പല സാധനങ്ങളും കാണാനില്ല. 3, GST അടക്കമുള്ള വളരെ കാര്യമായി നടത്തേണ്ട അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഈ 3 കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പറയുകയാണ്. ഇതൊന്നും പോരാത്തതിന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി കള്ളം പറഞ്ഞു എന്ന വളരെ ഗുരുതരമായൊരു ആരോപണവും ഉണ്ട്. അതിൽ നിന്ന് തുടങ്ങാം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകത 45 ദിവസത്തിനകം കണക്കുകൾ കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം, ഇത് നടന്നത് സെപ്റ്റംബറിലാണെന്ന് ഓർക്കണം. ഇത് നമ്മൾ ഫെബ്രുവരിയിലാണ് സംസാരിക്കുന്നത്. എത്ര നാൾ കഴിഞ്ഞു? 6 മാസമാകുന്നു. അപ്പോഴാണ് കണക്കുമായിട്ട് ചെല്ലുന്നത്. അതിൽ 2 കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തത് തിരിച്ചടച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ദേവസ്വം മന്ത്രി പറഞ്ഞത്? പണം മുഴുവൻ, എത്രയാണെന്ന് പറയുന്നില്ല, പണം മുഴുവൻ സ്പോൺസർമാർ വഴി വന്നതുകൊണ്ട് ഞങ്ങളത് തിരിച്ചടച്ചു. കള്ളമാണേ. നിയമസഭയിൽ കള്ളം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം? ഇത്ര ലാഘവത്തോട്, ഇത് അറിയാതെ, ഇത് കണക്കാണ്, എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ലേ, ഇത്ര ലാഘവത്തോടു കൂടി ഒരു കാര്യം പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്ന് ഈ സംഭവം വിവാദമായതിനു ശേഷം ദേവസ്വം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വളരെ പരിഹാസ്യമാണ്. ദേവസ്വം ഫണ്ടിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിനായി എടുത്ത തുക റീകോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകൾ തെറ്റാണ് എന്ന് പറഞ്ഞാണ് ആ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. പക്ഷേ കണക്ക് വായിക്കുമ്പോൾ കൂട്ടി വരുമ്പോൾ ആദ്യം 5 കോടി ഉണ്ടായിരുന്നു. 2A എന്ന ബജറ്റ് ഹെഡിൽ നിന്ന് 5 കോടി രൂപ അയ്യപ്പ സംഗമത്തിന് കൊടുത്തു. അതിൽ 2 കോടി നമ്മൾ 4/10 നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ 13/10 നമുക്ക് 1 കോടി കിട്ടി. അപ്പോൾ 2 എത്രയാണ്? 3. ബാക്കി 2 എവിടെ? അല്ല, അത് വരും. 2 വരുമൊന്നുമല്ല, 1 വരും. ഏത്? ഫെബ്രുവരി 21 വരും. അപ്പോൾ ബാക്കി 1. ഇതാണ് ഈ ഏറ്റവും അവസാനത്തെ ഒരു അരമണിക്കൂർ വന്ന വാർത്താക്കുറിപ്പാണ്. നിയമസഭയിൽ കള്ളം പറഞ്ഞ ദേവസ്വം മന്ത്രി, അതാണ് ഒരു വശം. 1. 2, ഈ കണക്കുകളിലെ പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 50 കട്ടിൽ കാണാനില്ല, അത്രേ. 15 മേശ കാണുന്നില്ല. ആകെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നത് 4000 പേരാണെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. അന്ന് രാത്രി ഈ അയ്യപ്പ സംഗമം മുഴുവൻ കഴിഞ്ഞ് പോയിട്ട് അന്ന് രാത്രി ഫുഡ് അടിച്ചവരുടെ എണ്ണം 3000, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം 4000. ഇങ്ങനെ ഒരു തരത്തിലും സാമാന്യ യുക്തിക്ക് ചേരാത്ത രീതിയിലുള്ള, ഞാനിങ്ങനെ ചെറിയ ഭാഗങ്ങളാണ് പറഞ്ഞത്, മൊത്തം അബദ്ധ പഞ്ചാംഗമാണ്. ഇതൊന്നും പോരാത്തതിന് GSTയുടെ കാര്യത്തിൽ വളരെ ഗുരുതരമാണ്. ഏതാണ്ട് 62 ലക്ഷം രൂപ GST വഴി നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റായി തിരിച്ചു കിട്ടേണ്ടതിന് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായി ബില്ലില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. സർക്കാരിന് അവിടെ നഷ്ടം. ഇതൊന്നും പോരാത്തതിന് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ശബരിമലയിൽ ഈ വിഷയമാകുമ്പോൾ കോടതിയിൽ പോയി പറഞ്ഞത് മുഴുവൻ സ്പോൺസർമാർ വഴി വരുമെന്നാണ്. ഇപ്പോഴും എത്ര സ്പോൺസർമാർ വന്നെന്നോ അതിനെക്കുറിച്ച് ഒരു രേഖയും ഒരിടത്തുമില്ല. നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് കേരള ബാങ്ക്, മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഇവർ 2 കോടിയാണ്. എത്ര രൂപയാണെന്നും പറയുന്നില്ല. ബാക്കി സ്പോൺസർമാർ ആരാ? എത്ര തുക കിട്ടി? ഇതെങ്കിലും പറയണ്ടേ? ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ലോ. ഇത്രയും വലിയ വിവാദങ്ങളുണ്ടായി, ഇത്രയും സംഭവങ്ങളുണ്ടായ ശേഷവും ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ കണക്ക് പോലും മര്യാദയ്ക്ക്, ഇത് പൊളിഞ്ഞു പോയെങ്കിൽ കള്ളക്കണക്കെങ്കിലും ഉണ്ടാക്കി വെക്കാനുള്ള ആ ബുദ്ധി പോലും കാണിക്കാതെ പരമാവധി പൊളിഞ്ഞ് പാളീസായി ഒന്നിനും ഒരു രേഖയും ഇല്ലാതിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെയും ഊരാളുങ്കൽ എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ വർക്കുകൾ കൊടുക്കാം എന്നുള്ള സർക്കാരിൻ്റെ ഓർഡറുണ്ട്. പക്ഷേ ഇത് ഊരാളുങ്കലിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. അത് കോപ്പറേറ്റീവ് ഇതിൽ വർക്ക് ചെയ്യുന്നതല്ല, അതൊരു കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കമ്പനിയാണ്, നോട്ട് കോപ്പറേറ്റീവ്. കോപ്പറേറ്റീവ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അതെ, പക്ഷേ അത് കമ്പനിയാണ്, സൊസൈറ്റിയുടെ കീഴിലുള്ള കമ്പനിയാണ്, സബ്ജക്ട് കറക്ഷൻ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ടെൻഡർ അല്ലാതെ കൊടുക്കാൻ പാടില്ല, ടെൻഡർ കൊടുക്കണമായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെയും പ്രശ്നം. എവിടെയാണ് പ്രശ്നമില്ലാത്തത്? മൊത്തത്തിൽ കുഴപ്പമാണ്. അങ്ങനെ റിപ്പോർട്ട് ഒരു വശത്ത് നിൽക്കുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈ പരിപാടി ചെയ്യുമ്പോൾ അതിനകത്ത് 8 ലക്ഷം രൂപയുടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ നടത്തുന്നതായി പറയുന്നു.
വലിയ വലിയ ഹോട്ടലുകൾ ഇവർക്ക് മുറി ബുക്ക് ചെയ്തതിൻ്റെ കണക്ക് വരുന്നു. ഇതൊക്കെ ആളുകൾ ചോദിക്കാൻ പോകുന്നത്, ശബരിമലയിലെ ഒരു സംഗമത്തിന് വേണ്ടി നിങ്ങളൊരു നടത്തിയിട്ട് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ബുക്ക് ചെയ്ത് 8 കോടി 7 കോടിയൊക്കെ ചിലവാക്കി ഒരു പരിപാടി നടത്തി. ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടതെന്ന ചോദ്യം സജീവമായി വരികയാണ്. സർക്കാരിന് ഇതിൽ പരം ഒരു തിരിച്ചടി വരാനില്ല. ഇത് ഇത്രയും ഷാബിയായി കൈകാര്യം ചെയ്തതിൻ്റെ ഫലമാണ് സർക്കാരും ദേവസ്വം ബോർഡും അനുഭവിക്കുന്നത്. ഇപ്പം മന്ത്രി പറയുന്നുണ്ട് ഞാനല്ല ദേവസ്വം ബോർഡാണെന്ന്. ഇത്രയും വിവാദമുണ്ടായിട്ടും 40 ദിവസത്തിന് ശേഷം കണക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന 2 തവണ ആ കണക്കുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഒരു കണക്ക് വരുമ്പോൾ ആ കണക്കിൽ അടിമുടി കുഴപ്പമാണെങ്കിൽ ഇതുപോലെ അഴിമതി അവിടെ നിൽക്കട്ടെ, ഇതുപോലെ കെടുകാര്യസ്ഥത ശബരിമലയുടെ കാര്യത്തിൽ കാണിച്ച ഒരു ദേവസ്വം ബോർഡിനെ എന്ത് ചെയ്യണം? അതിന് മേൽനോട്ടം വയ്ക്കുന്ന സർക്കാരിനെ എന്ത് ചെയ്യണം? ഇനി ഇതെല്ലാം കഴിഞ്ഞു. ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ശബരിമല അയ്യപ്പ സംഗമം ശബരിമലയിലേക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2022 മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 2025 എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചു. ആ മാസ്റ്റർ പ്ലാൻ എന്തായി? 1 രൂപ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി സ്പോൺസർമാർ വന്നോ? 1 രൂപയ്ക്ക്. ഞാനൊന്ന് ചെറുതായിട്ടൊരു കണക്ക് വായിക്കാം. 1000 ചില്ലുവാനും കോടിയുടെ കണക്കാണ് 2050 ആകുമ്പോഴത്തേക്കും തീരേണ്ടത്. 355 കോടി രൂപ അടിയന്തരമായി വേണം ഈ പല പല പദ്ധതികൾക്കായി. അതിൽ 39 കോടി പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഏരിയയ്ക്കും ഗണപതി കോവിലേക്ക് സുരക്ഷാ പാല നിർമ്മിക്കാനുമാണ്. ഏതാണ്ട് 10 കോടി രൂപ സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം സ്ഥാപിക്കാനാണ്. 180 കോടി നിലയ്ക്കലിൽ സുരക്ഷാ ഇടനാഴിക്കും റോഡുകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. 5 കോടി സന്നിധാനത്ത് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ പ്രോജക്റ്റ് ചലിച്ചിട്ടില്ല. ഒരൊറ്റ പ്രോജക്റ്റിന് സ്പോൺസർമാർ വന്നിട്ടില്ല. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി, അതിന് വിവാദങ്ങൾ ഒരു വശത്ത്, അയ്യപ്പ സംഗമത്തിലെ കട്ടിലും മേശയും കാണാനില്ലെന്നോ അടിച്ചുകൊണ്ട് പോയെന്നോ പറയുന്ന കണക്കുകളില്ലാത്ത സംഗമത്തിൻ്റെ കുളം വേറൊരു വശത്ത്. ഇത് കൂടാതെ ഞാൻ കാണുന്ന ഏറ്റവും ഗൗരവമായ കാര്യം, 6 മാസം കഴിഞ്ഞിട്ടും ഇത്രയും കൊട്ടിഘോഷിച്ച് സർക്കാർ എല്ലാ പൊളിറ്റിക്കൽ സ്റ്റോമിനെയും മറികടന്നുകൊണ്ട് നടത്തിയ ഒരു പരിപാടിക്ക് ശേഷം സ്പോൺസർമാർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ പണി? എന്താണ് ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദാറ്റ്സ് മൈ കേസ്. സംഗമം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, സംഗമം തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം വോട്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പദ്ധതി പാളുന്നതാണ് കണ്ടത്. വിശ്വാസം വോട്ടാക്കാൻ എന്ന് പറയുന്നതിലും കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഇടത് ഹിന്ദുത്വയുടെ പരീക്ഷണം തുടങ്ങിയതാണ്. ഇടത് ഹിന്ദുത്വയുടെ പരീക്ഷണം തുടങ്ങുന്ന ആ പരിപാടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പരിപാടി പൊളിയുമ്പോൾ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ പോകുന്നു പമ്പയിൽ എന്ന് പ്രഖ്യാപിക്കുന്നു. അത് അന്ന് ദേവസ്വം മന്ത്രി തന്നെയാണത് പറയുന്നത്. ദേവസ്വം ബോർഡാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. അതിൻ്റെ ഗുണഗണങ്ങൾ, അത് ഈ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്ന് പറയുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പറയുന്നു. മാസ്റ്റർ പ്ലാനിനായി വിദഗ്ധരുടെ, ഇപ്പോൾ ഒരു പൗരപ്രമുഖരാണല്ലോ എല്ലാത്തിനും, പൗരപ്രമുഖരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു വലിയ ഒരു സംഘത്തെ വിളിക്കാൻ പോകുന്നു. അങ്ങനെ വലിയ പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ നടത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ പരിപാടിക്കെതിരെ അതിൻ്റെ രാഷ്ട്രീയ ദുരുദ്ദേശം സംശയിച്ചുകൊണ്ട് തന്നെ 7 ഹർജികൾ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളതാണ്. ആ 7 ഹർജികൾ വന്ന സമയത്ത് കോടതി ചോദിക്കുന്നു, ഇത് ആരുടെ പരിപാടിയാണ്? ഇത് സർക്കാർ പരിപാടിയാണോ? എങ്ങനെയാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത്? എവിടെ നിന്നാണ് പണം ചെലവഴിക്കുക? സർക്കാർ ഫണ്ട് ഉപയോഗിക്കുമോ? ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കുമോ? അങ്ങനെ എടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പറയുന്നത്. അപ്പോൾ പറയുന്നത് എടുക്കുന്നില്ല, അത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് കോടതിക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് ആ പരിപാടി നടത്താനുള്ള അനുവാദം കോടതി കൊടുക്കുന്നത്. അപ്പോൾ കോടതിക്ക് നൽകിയ വാക്ക്, അല്ലെങ്കിൽ കോടതിയെ പറ്റിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ കോടതിയെ പറ്റിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടിയന്തര ഘട്ടത്തിൽ മാത്രം എടുക്കാവുന്ന സർപ്ലസ് ഫണ്ടാണ് ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ തുക എടുത്ത് ചെലവാക്കുന്നു. ഇനി പറയുന്ന വന്ന ആളുകളുടെ കണക്കൊക്കെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ, അത് വേറെ വേറെ സെഷനുകളിലേക്ക് ആളുകൾ പോയപ്പോൾ ഒഴിഞ്ഞതാണെന്ന വാദമൊക്കെ പറയുന്നു. നമ്മളെവിടെയും ഈ 4000 പേർ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടില്ല. എന്തായാലും 5000 പേർക്കുള്ള സദ്യ, ആ സദ്യ തയ്യാറാക്കിയത് പിന്നീട് പിടിയിലായപ്പെട്ട ആളാണെങ്കിലും മുരാരി ബാബു ആയിരുന്നു സദ്യയുടെ സംഘാടകൻ. മുരാരി ബാബു സദ്യ സംഘടിപ്പിക്കുന്നു. അതിൽ എത്രയോ ഭക്ഷണം അവസാനം കുഴിച്ചിട്ട് മണ്ണിട്ട് നികത്തേണ്ടി വന്നു. അത്രയും ഭക്ഷണം വേസ്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രതീക്ഷിച്ച ആളുകളൊന്നും വന്നിട്ടില്ല. ഇനി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്, സർക്കാരിന് ബന്ധമില്ല, സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടല്ലോ, ഹോട്ടൽ ബില്ലൊക്കെ വന്നിരിക്കുന്ന സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് 35 ലക്ഷം. 5 5 സ്റ്റാർ ഹോട്ടലുകളുടെ പേരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ 25,000 ബില്ല്. ഇങ്ങനെയൊക്കെ ബില്ലുകൾ വന്നിരിക്കുകയാണ്. ഇതൊന്നും തന്നെ സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നിരിക്കുന്ന ആൾ പെട്ടിരിക്കുകയാണ്. ശ്രീ ജയകുമാർ, അദ്ദേഹം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ 17-ാം തീയതി യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ യോഗം വിളിക്കുമ്പോൾ പൈസ കിട്ടാത്തവരും കണക്കുകൾ പരിഹരിക്കേണ്ടവരൊക്കെ ആളുകളുടെ യോഗം വിളിച്ച് നിങ്ങൾക്ക് എത്ര ധാരണുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. എന്നിട്ട് വേണം അടുത്ത കണക്കിന് ദേവസ്വം ബോർഡ് കൊടുക്കാൻ. ഇപ്പോൾ പറയുന്ന അടുത്ത ന്യായം എന്താണ്? ദേവസ്വം ബോർഡ് ചെയ്യുന്നു എന്നൊരു ന്യായം പറഞ്ഞു, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? സ്പെഷ്യൽ കമ്മീഷണർക്ക് ദുരുദ്ദേശമുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുകയാണ്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ജഡ്ജിയുടെ സ്ഥാനത്തുള്ള ആളാണ്, അത് കോടതി തന്നെ നിയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന ചില
ചില കാര്യങ്ങൾ വേദവാക്യമാകുന്നു, ദേവസ്വം ബെഞ്ച് പറയുന്ന വാക്യങ്ങൾ അത് പ്രധാനപ്പെട്ടതാകുമോ എന്ന് വരുമ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനവും കോടതിയെ പറ്റിച്ചുകൊണ്ട് നടത്തിയുള്ള പരിപാടി എന്ന രൂപത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഒരു ദുരുദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തിയ പരിപാടിയായിരുന്നു. അതിൽ സമുദായ നേതാക്കൾ പങ്കെടുക്കുന്നു. നമ്മൾ കണ്ടതാണ് പിണറായി വിജയനെ വിശ്വാസി എന്ന് വിളിക്കുകയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുകയും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊട്ടു പിന്നാലെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോറ്റിക്കെന്ത് ബന്ധം എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പോറ്റിക്ക് ദേവസ്വം ബോർഡുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്ത് പോറ്റി കൂടി ഇതിൻ്റെ സ്പോൺസർഷിപ്പിന് ആളുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഉത്സാഹ കമ്മിറ്റിയായി അവിടെ നിന്നിരുന്നു. പക്ഷേ എവിടെയോ ഒന്ന് തെറ്റി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തമായി എവിടെയോ ഒന്ന് തെറ്റിയ ശേഷമാണ് ഈ പീഠം കഥ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടു പിന്നാലെ 2 ദിവസങ്ങൾക്കിടയിലാണ് പീഠം കാണാനില്ല എന്ന കാര്യം പറയുന്നത്. ഈ പറയുന്ന ഈ പരിപാടിയെ കുറിച്ച് തന്നെ പോറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണത് ഈ പുറത്തേക്ക് ഈ വിവാദം എന്ന രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങൾ, ഇനി പോറ്റി കൊണ്ടുവന്ന ആളുകളൊക്കെ തന്നെയാണോ സ്പോൺസറായി വന്നുള്ളത്, പിന്നീട് കണക്കാകെ തെറ്റിയോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത് അതിസങ്കീർണമായ കാര്യമാണ്. എന്തിനായിരുന്നു ആത്യന്തികമായി ഈ പരിപാടി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടമെന്ന് CPM ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ആ വേദിയിലേക്ക് ഈ പറയുന്ന സമുദായ നേതാക്കളെ മുഴുവൻ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പരിപാടിയുടെ നേട്ടം. അല്ലാതെ അവിടെ കാഴ്ചക്കാരായി നിന്നവരുടെ ആയിരുന്നില്ല. അതൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. പിന്നീട് നമുക്കറിയാം സമുദായ നേതാക്കൾ ഏത് രൂപത്തിൽ സർക്കാരിന് പിന്തുണ നൽകുന്നു. ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത സാമുദായിക നേതാക്കളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അത് ഗുണം ചെയ്തു എന്ന് കരുതുന്നിടത്താണ് പിന്നീട് അങ്ങോട്ട് സ്വർണ്ണക്കൊള്ളയുടെ പടിപടിയായിട്ടുള്ള അടിക്കടിയുള്ള തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചടി ഇനി എവിടേക്കൊക്കെ പോകുമെന്നുള്ളത് അടുത്ത കാര്യം. ഏതായാലും ഇപ്പോൾ ഇതുവരെയുള്ള കാര്യമാണല്ലോ നമ്മുടെ മുന്നിൽ. ഇതുവരെയുള്ള കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്നവർ പാർട്ടിക്കാരാണ്, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവരും പാർട്ടിക്കാരാണ്. അപ്പോൾ അതിന്മേൽ മറുപടി കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അവർ പാർട്ടിക്കാരായി തുടരുമ്പോൾ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ എന്തിനായിരുന്നു ഈ സംഗമം എന്ന ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. 10 ദിവസത്തിനകം 45 ദിവസത്തിനകം എന്ന് പറയുന്ന കണക്ക് അത് കൊടുത്തില്ല. അതിനുശേഷം ഇതിൽ ഒരു കോടതി ഇലക്ഷൻ നടപടി ഉണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അതിനിടയ്ക്ക് പറഞ്ഞു ഞങ്ങളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കണക്ക് തയ്യാറാക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഓഡിറ്ററെ കൊണ്ട്, സ്വകാര്യ ഓഡിറ്ററാണ് ഇത് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവിടുത്തെ പ്രശസ്തമായൊരു സ്ഥാപനം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തലസ്ഥാനത്തെ. അപ്പോൾ അവിടെ ഒരു കളത്രം നടന്നു ഒന്നും പറയാൻ പറ്റില്ല. ഇനി നോക്കട്ടെ, ഇനി അടുത്ത ശേഷം ദേവസ്വം ബോർഡ് ഈ പൂർണ്ണമായ കണക്കുകളിലേക്ക് ആരൊക്കെയാണ് സ്പോൺസർമാർ, എത്ര വന്നു എന്നുള്ള കണക്ക് പറയുമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ? ഈ ശബരിമലയുടെ പ്രചരണാർത്ഥം നമ്മുടെ മലേഷ്യ, ശ്രീലങ്ക, മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സ്മൃതിയോടെ ചിരി തുടങ്ങി. അല്ല, ഞാൻ കേൾക്കുക അല്ലാതെ പറഞ്ഞേ. അപ്പം പിന്നെ ശബരിമലയുടെ പ്രചരണാർത്ഥം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കേരളത്തിലേക്ക് ആളെ കൊണ്ടുവന്ന് അവരെ ക്ഷണിച്ച് ഹോട്ടലിൽ താമസിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാക്കി തിരിച്ചു വിടുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതിന് 3-4 കാര്യങ്ങളാണ്. ഒറ്റ കാര്യമുള്ളൂ, അത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള ഒറ്റ പ്ലാനാണ്. ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനെ സ്പോൺസറെ കണ്ടെത്തണം. ഈ സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടി സർക്കാർ സമയം കൊടുത്തോ? കേരളത്തിലെ മാധ്യമങ്ങളും സർക്കാർ എല്ലാവരും കൂടി എന്തൊക്കെ ബഹളാണല്ലേ അന്ന് തുടങ്ങി. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്ത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണോ ആഗോള അയ്യപ്പൻ നടത്തിയത്, അന്ന് വെള്ളാപ്പള്ളി നടേശനെ കാറി കയറ്റി എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ ബഹളാണ്. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പോൾ 5 കോടി രൂപ ഈ റിലീജിയസ് ഇവൻറ്റുകൾ നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡിന് കൊടുക്കാം. 5 കോടി കൊടുക്കാം. അതൊരു പ്രത്യേക അക്കൗണ്ട് തയ്യാറാക്കി ആ അക്കൗണ്ടിലേക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. 3 കോടി രൂപ വകയിരുത്തി ആ 3 കോടി രൂപയിൽ 5 കോടി രൂപ വകയിരുത്തി 5 കോടി രൂപ വകയിരുത്തി അതിൻ്റെ അത് ഇത് കണ്ടെത്തി. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലല്ലോ. എങ്ങനെയാണ്? ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണ്? ഹൈക്കോടതിയിൽ പറഞ്ഞത് സ്പോൺസർഷിപ്പ് പിരിച്ച് ഈ പണം തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പ് തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിന് സമയം വേണം. കാരണം ആദ്യം സ്പോൺസർഷിപ്പ് മേടിച്ചിട്ട് പരിപാടി നടത്താൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സ്പോൺസർഷിപ്പ് പിരിക്കണം. ഈ സ്പോൺസർഷിപ്പ് പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ പരിപാടി നടത്തണം. ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ 3 കോടി രൂപ വകയിരുത്തുന്നത്. ഈ 3 കോടി രൂപ 5 കോടി രൂപ വകയിരുത്തുന്നത്. 5 കോടി രൂപ ഈ റിലീജിയസ് ഇവൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള പണമാണ്. അത് ദേവസ്വം ബോർഡിന് ഓൾറെഡി നീക്കിയിരിപ്പുണ്ട്, കഴിഞ്ഞ വർഷം നീക്കിയിരിപ്പുണ്ട്. അതെടുക്കുന്നു. അതിലേക്കാണ് ഒന്ന് കേരള ബാങ്കിനെയും ഒന്ന് ധനലക്ഷ്മി ബാങ്കിനെയും കണ്ടെത്തുന്നത്. ഓരോ കോടി വെച്ച് 2 കോടി രൂപ കണ്ടെത്തുന്നു. അത് കണ്ടെത്തി ആ പണം എന്ത് ചെയ്തു? ആ പണം അതാത് കിട്ടിയ സമയങ്ങളിൽ തിരിച്ചടച്ചിട്ടുണ്ട്. പിന്നീട് 1 കോടി രൂപ കൂടെ തിരിച്ചടച്ചു, അല്ലേ? 1 കോടി രൂപ കൂടെ തിരിച്ചടച്ചു. അടച്ചില്ല, അടയ്ക്കുമെന്ന് പറയുന്നു. അപ്പം അതെന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 1 കോടി രൂപ ഓൾറെഡി ബില്ല് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. ആ റവന്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്ര ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്ന് ഇവിടെ നിയമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര ദിവസം കൊണ്ട് ഈ പണം, ഈ വകയിരുത്തിയ പണം തിരിച്ചടച്ചാൽ മതി.
തിരിച്ചടച്ചാൽ മതിയല്ലോ. ആ അടയ്ക്കുന്ന സമയം ശരിക്കും അവിടെ ഗ്യാപ്പ് ഉണ്ട്. കാരണം 5 കോടി രൂപ വകയിരുത്തി, സ്പോൺസർഷിപ്പ് കിട്ടി, കാൽക്കുലേഷൻ നടത്തിയ പണം തിരിച്ചടയ്ക്കുക എന്നുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തത്, റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കുന്നത്. റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം റിപ്പോർട്ട് എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് റിപ്പോർട്ടാണ്. കാരണം എന്താണോ ചാർട്ടേഡ് അക്കൗണ്ട് ഏജൻസിക്ക് ദേവസ്വം കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അത് എസ്റ്റിമേറ്റഡ് റിപ്പോർട്ടാണ്. ആ എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് വെച്ചിട്ട് അതൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഹൈക്കോടതി സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ബില്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ ആക്ച്വൽ ഇൻവോയ്സ് അല്ല എന്ന് പറയും. ഇപ്പം ഒരു എസ്റ്റിമേറ്റാണ് കൊടുക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവളത്തെ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ കുമരകത്തെ ഒരു ഹോട്ടലിൽ 25 ലക്ഷം രൂപ കൊടുത്തു എന്ന് വെക്കുക. 25 കൊടുക്കുമ്പോൾ അവൾ ഓൾറെഡി ഞങ്ങളൊരു 250 പേർക്ക് താമസിക്കാനുള്ള റൂമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് അവർക്ക് കൊടുക്കും. ആ എസ്റ്റിമേറ്റാണ് എവിടെ ഉണ്ടാവുക, ദേവസ്വത്തിൻ്റെ കണക്കുണ്ടാവുക. ആ കണക്ക് വെച്ചിട്ടാണ് എവിടെ കൊടുത്തിട്ടുണ്ടാവുക, ഈ പറയുന്ന ഓഡിറ്റർക്ക് കൊടുക്കുക. ഓഡിറ്റർ അത് നോക്കുമ്പോൾ നോർമലി ശരിയായിരിക്കും. കാരണം ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ എന്താണ്, അത് കഴിഞ്ഞ് യഥാർത്ഥ ബില്ല് വാങ്ങി പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിയാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കൊടുക്കണ്ടേ? അല്ല, അത് കൊടുക്കുന്നത് ദേവസ്വം കമ്മീഷനാണ്. അത് കൊടുത്തിട്ടുണ്ടാവില്ല. ആ കൊടുക്കാനുള്ള സമയതാമസമുണ്ട്. ഞാൻ പറയുന്നത് കൊള്ള, തട്ടിപ്പ്, പിന്നെന്താണ് പറ്റിക്കൽ, ഇതൊക്കെ നടന്നു എന്ന് പ്രസ്താവിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടല്ല, ഇത് കൊടുക്കാനുള്ള സമയം അവിടെയുണ്ട്. അത് കൊടുത്തിട്ട് ആ കണക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായി തീരും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തായാലും 3 കോടി രൂപ 3 കോടി രൂപ സ്പോൺസർഷിപ്പ് കൂടെ കണ്ടെത്തി കഴിഞ്ഞല്ലോ. സ്പോൺസർഷിപ്പ് കൂടെ കണ്ടെത്തി ഈ പറയുന്ന പണം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് റീകൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 കോടി രൂപേൻ്റെ റീകൂപ്പ് ചെയ്യാനേ ഉള്ളൂ. 1 കോടി രൂപ താഴെ, ഞാൻ മനസ്സിലാക്കുന്ന 1 കോടി രൂപ താഴെ സ്പോൺസർഷിപ്പ് കണ്ടെത്തേണ്ട പണം ഉണ്ടാവും എന്നുള്ളതാണ്. അത് യഥാർത്ഥ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കുറവുണ്ട് കൂടുതലുണ്ട് നോക്കി അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഞാൻ പറയുന്നത് ശബരിമലയിൽ എന്തോ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ അയ്യപ്പ സംഗമം തുടങ്ങുന്നതിനെ മുന്നേ പ്രശ്നമാണ് കേട്ടോ. എന്തോ ഇടത് സർക്കാരിൻ്റെ ഇടത് ഹിന്ദുത്വ നിലപാട് കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെന്ന് ആ കാലം തുടങ്ങിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പറഞ്ഞ കണക്ക് വന്നുകൊണ്ട് മാത്രം പറയല്ല, തുടങ്ങിയ സമയം തുടങ്ങി പറഞ്ഞിരിക്കുകയാണ്. അത് കുറച്ചുകൂടി ഊട്ടി ഉറച്ചു ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കാറിൽ കയറിയ സംഭവം കൂടെ കൂടിയിട്ട്. പിന്നെ എന്താണ് സംഭവം, പിന്നെന്തോ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി, ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി അയ്യപ്പ സംഘം നടത്തുന്നു. ഹിന്ദുക്കളുടെ വോട്ട് അയ്യപ്പ സംഘം നടത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. എന്താണ് സംബന്ധിച്ചത്, 1000 കോടി രൂപയുടെ മേലെയുള്ളൊരു വികസന പ്രവർത്തനം ശബരിമലയ്ക്ക് ആവശ്യമാണ്. ഈ ആവശ്യമെന്ന് പറയുന്നത് അത് ദീർഘകാലമായ ഈ ഭക്തരുടെ ആവശ്യമാണ്. അവിടുന്ന് ഞാൻ പറയുന്നില്ലേ, ഈ പറയുന്ന മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഈ പറയുന്ന ശ്രീലങ്കയിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന ജനങ്ങൾക്ക് പ്രോപ്പറായി യാത്ര ചെയ്യാൻ വഴികളില്ല, സംവിധാനമായി നല്ല രീതിയിൽ ബാത്റൂം പോലും അവിടെ ഇല്ല. ഇതിനെല്ലാം വലിയ മാസ്റ്റർ പ്ലാൻ നടത്തണം. അവിടുത്തെ വേസ്റ്റുകൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളില്ല. ഇതെല്ലാം നമ്മൾ ഒന്നും നടത്തണ്ട, സംവിധാനം നടത്തണം. ഇതെല്ലാം സർക്കാരിൻ്റെ പണവും ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്ത് നടത്തിയാൽ മതി എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയല്ല. സർക്കാരിൻ്റെ പ്ലാൻ എന്താണ്, കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള കുറേ അയ്യപ്പ വിശ്വാസികളുണ്ട്. ഇവർ ശബരിമലയിലേക്ക്, നമ്മളിപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ അടുത്ത് 2014-ലും 2015-ലൊക്കെ പിന്നെന്താണ് കൊടിമരത്തിന് വേണ്ടിയിട്ട് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കൊണ്ടിട്ട് പൈസ ഇടുന്ന കണ്ടല്ലോ. എവിടെയും കണക്ക് കണ്ടില്ലല്ലോ. അവിടെ കൊണ്ടുപോയി സ്വർണ്ണം നിക്ഷേപിക്കുന്നുണ്ട്, സ്വർണ്ണം ഉരുക്കുന്നിടത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അജയ് തറയിൽ എന്താ പറഞ്ഞെന്നറിയോ, അതിനൊന്നും കണക്കില്ല. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കൊണ്ട് സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, അത് കണക്കിട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കണക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറയും. അതിന് കണക്ക് കൊടുക്കാൻ സമയം കൊടുത്തിട്ടില്ല കേട്ടോ. സർക്കാർ ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ സമയം കൊടുത്തില്ല. അതിന് മുന്നേ തുടങ്ങി തട്ടിപ്പ്. 147 ദിവസമായി. അതെ, 45 ദിവസം അല്ല, പ്രസിഡന്റ് 45 ദിവസത്തെ കാര്യങ്ങൾ പറയണം. 44 ദിവസമായില്ലേ? 144 ദിവസമാണ് കൊടുത്തത്. അല്ല, ഞാൻ പറയുന്നത് 40 നീട്ടി കൊടുത്തു. സമയം ഒരു 6 മാസം കൊടുത്തരാ. ഒരു രേഖയാണ്, ബില്ലാ കൊടുക്കണ്ടേ. ഹൈക്കോടതി സമയം നീട്ടി കൊടുക്കുന്നത് അത് പറ്റില്ലേ? ഹൈക്കോടതിക്ക് സമയം നീട്ടി കൊടുക്കാൻ പറ്റില്ലേ? അല്ല, കൊടുത്തു. അതന്നെ പറഞ്ഞത് സമയമുണ്ട്. ഇനി 21 കൊടുത്താൽ മതി. 21 തീയതി കൊടുത്താൽ പോരെ ഹൈക്കോടതി? അല്ല, ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തി, അല്ല ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. പൊരുത്തക്കേടുകൾ കാണുന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ തരണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അല്ല, അത് പക്ഷേ അങ്ങനെയല്ലല്ലോ സംസാരിക്കുന്നത്. അവിടെ എന്തോ വലിയ കൊള്ള നടന്നല്ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് 2014 അവിടെ കൊണ്ട് സ്വർണ്ണത്തിന് നടക്കണ്ടോ? കോൾ ഫോർ എ ഡീറ്റെയിൽഡ് റെസ്പോൺസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റേഷൻ ഫ്രം ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. കണക്കുകളിൽ ചില അവ്യക്തത ദേവസ്വം ബോർഡ് ഡോക്യുമെന്റ് ഹാജരാക്കണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് കിട്ടിയ കണക്കും എസ്റ്റിമേറ്റും പ്രകാരം വെച്ചിട്ട് അദ്ദേഹം ആ ഡേറ്റ് ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇനി 1 കോടി രൂപ കണക്കും കൂടി ഉണ്ടാക്കിയിട്ട് അത് ക്ലാരിറ്റിയോടുകൂടി കൊടുത്താൽ മതി. ഞങ്ങൾ 21-ാം തീയതി കണക്ക് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം, അത് കേൾക്കാൻ ശരിയാണ്. അതിന് മുന്നേ തെറ്റുണ്ടെന്ന് പറയുന്നത് അവ്യക്തമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ മധുവിലേക്ക് വരാം. മധു, എങ്ങനെ കാണുന്നു? ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ?
3 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി എന്നുള്ളതാണല്ലോ. ആരൊക്കെയാണ് സ്പോൺസേഴ്സ്? ഒന്ന് ധനലക്ഷ്മി ബാങ്ക്, അത് ദേവസ്വം ബോർഡ് ആണ് അവരുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ കേരള ബാങ്ക്, സഹകരണ വകുപ്പ് മന്ത്രിയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയും. ഇനി കിട്ടാൻ പോകുന്ന 1 കോടി എന്ന് പറയുന്നത് അദാനി കൊടുക്കും എന്ന് പറയുന്നതാണ്. സഹകരണ വകുപ്പ് മന്ത്രി തന്നെയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെയാണ് തുറമുഖ വകുപ്പും. അപ്പോൾ ഞാനും ഭദ്രയും ചിറ്റപ്പനും എല്ലാവരും കൂടി ചേർന്നാണ് ഈ സ്പോൺസർഷിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ അയ്യപ്പ വിശ്വാസികളെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ പൊതു ഇടങ്ങളിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളെ വിളിച്ചു കൊണ്ടുവരികയാണ്. എന്തിനാണ് അയ്യപ്പ വിശ്വാസം പടർത്താൻ? ആദ്യം വിശ്വാസത്തിലെടുക്കേണ്ടത് അയ്യപ്പ വിശ്വാസികളെയാണ് എന്നുള്ളതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനിടയിൽ പീഠത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ, കറക്റ്റ് വേർഡ് അത് തന്നെയാണ്, ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിവാദം വരുന്നത് എന്നുള്ളതാണ്. ഈ വിവാദം വന്നത് എങ്ങനെയാണ്? ഈ വിവാദം വന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഈ കാര്യങ്ങളിൽ അന്വേഷണം പറഞ്ഞപ്പോഴല്ലേ, അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണോ? മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഹൈക്കോടതി അസാധാരണമായ തരത്തിൽ ഇങ്ങനെ ഒരു കേസിന് സ്വയം ഇറങ്ങി പുറപ്പെടുകയും പരിശോധിക്കുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തപ്പോഴാണ്. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമോ പ്രതിപക്ഷത്തിന്റെ മുറുമുറുപ്പാണ്, വലതുപക്ഷ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പാണ് എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ? ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനെ ശോഭ കെടുത്തൽ മാത്രമായി ചുരുക്കുന്നു. ആ സ്വർണ്ണക്കൊള്ള കേസ് ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകേണ്ടിയിരിക്കുന്നു? ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. ലോക വിജയം എന്നുള്ളതാണ് ഗോവിന്ദ മാഷ് അന്ന് ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഘം, ഞാൻ അത് വിജയമാണോ വിജയക്കുറവാണോ എന്നൊന്നും പറയുന്നില്ല കേട്ടോ. കേരളത്തിലെ 3 സാമുദായിക സംഘടനകളെ അണിനിരത്താൻ സർക്കാരിൻ്റെ ഒരു ഇലക്ഷൻ തൊട്ട് മുൻപ് കഴിയുന്നത് രാഷ്ട്രീയ വിജയമാണ്. അതിനെ ലോക വിജയമായി പാർട്ടി സെക്രട്ടറി കാണുന്നതിൽ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇതിപ്പോൾ സുതാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ജിമ്മി സാർ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇതിൽ സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ ബില്ലുകളിൽ വന്നിരിക്കുന്ന മാനിപ്പുലേഷനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഈ ഊരാളുകൾ, അതിപ്പോൾ മരിച്ചത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ളതാണല്ലോ പറയുക. അപ്പോൾ ഊരാളുകൾ സ്വാഭാവിക ചോയ്സ്, അവരുടെ ക്രെഡിബിലിറ്റി ഒരു വലിയ ഘടകമാണ് എന്ന് പറയുന്നത് വാഗ്ബടാനന്ദൻ അല്ലേ? അപ്പോൾ സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ വരണം. പക്ഷേ ഇവരിതിന് സബ് കരാർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, 5939 രൂപയാണ് ഡെയിലി ഫുഡ് അലവൻസ് എന്ന് പറയുന്നത്. ഇവരുടെ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഒരാളുടെ ഡെയിലി ഫുഡ് അലവൻസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വൽ ബില്ലിലേക്ക് IICയുടെ ബില്ലിലേക്ക് വരുമ്പം 73K ആണ്. എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? 73K ആണ് വരുന്നത്. എത്ര ശതമാനം അധികം ബിൽ? അതിൽ മാനിപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ എത്ര ശതമാനം അധികം വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന്. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ്, നമുക്കറിയാവുന്നതാണ്. ഈ സബ് കോർട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ ഇൻസ്റ്റൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കരാറ് തന്നെയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്നത് 9 ലക്ഷത്തിനാണെന്ന് അവർ പറയുന്നു. IICയുടെ ബില്ലിൽ വരുമ്പോൾ എത്രയാണെന്നറിയാമോ? 15 ലക്ഷം. എത്ര വ്യത്യാസം വരുന്നുണ്ട്? 5 ലക്ഷത്തിൻ്റെ വ്യത്യാസം. കരാർ കിട്ടിയവർ പറയാണ് ഞങ്ങൾക്ക് 9 ലക്ഷം എന്ന്, കരാർ കൊടുത്തവർ പറയാണ് 15 ലക്ഷം എന്ന്. വ്യത്യാസം വരുന്ന 5 ലക്ഷം. ഈ രീതിക്കുള്ള മാനിപ്പുലേഷൻ ആ ബില്ലിൽ വരുന്നുണ്ട് എങ്കിൽ ഇതേ ഊരാളുകൾ, ക്രെഡിബിലിറ്റിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഇതേ ഊരാളുകൾ സംസ്ഥാനത്തെ എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇന്നതാ ഈ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന സമരം നടക്കുന്ന ദിവസം സമരത്തിൽ പങ്കെടുക്കാതെ MLA ഹോസ്റ്റലിന്റെ പണി തുടരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഊരാളുകൾ മറ്റെന്തൊക്കെ പ്രൊജക്ടിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എനിക്ക് ആരോപണമില്ല കേട്ടോ. അവർ ആ കാര്യത്തിൽ ഇതുവരെ അവർക്കെതിരെ യാതൊരു സാധനം വന്നിട്ടില്ല മറ്റുള്ളതിന്റെ കാര്യത്തിൽ. അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ ഇന്നെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യും, ഇന്നെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിലൊരു മാനിപ്പുലേഷൻ എന്ന ആരോപണം അവർ നേരിടുന്നുണ്ട്. ഇനി ആദ്യം ചില്ലി പൈസ സർക്കാരിന് ചെലവില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പ്രോട്ടോകോൾ ഓഫീസർ ആരാ? സർക്കാരിൻ്റെ ഭാഗമാണോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമാണോ? അപ്പോൾ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ബില്ല് വരുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. ഇനി അതിൽ കൗതുകകരമായൊരു കാര്യം, ദേവസ്വം ബോർഡ് അധ്യക്ഷൻ്റെ പേരിൽ ഒരു ബില്ലുണ്ട്. ആ ബില്ല് ഏതാണ്ട് 10-25,000 രൂപയുടെയാണ്. ആ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന മൂന്നാറിലാണ്. ഈ മൂന്നാറ് വഴി ദേവസ്വം ഈ പമ്പ മണപ്പുറത്തേക്ക് വരുന്ന ഒരു വഴി അദ്ദേഹത്തിന് വളരെ പ്രത്യേകമായി അറിയാവുന്നതായിരിക്കും. മൂന്നാറ് വഴിയുള്ള ആ യാത്ര അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാവുന്നതാണ്. ആ കല്ലാറിലുള്ള റിസോർട്ടാണ്. ആ റിസോർട്ടിന് 25,000 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. വൈൽഡ് മിസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മറ്റുള്ളതൊക്കെ ഈ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ ഇത്രയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. മറ്റുള്ളത് ബാക്കി പറയാം. ഓക്കെ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വാദം. ഇതിൽ അത് ഞാൻ കണക്കുകളെക്കുറിച്ച് പറയാം. കണക്കിൽ അടിമുടി അവ്യക്തതയാണ്. ഞാൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം. നോക്കൂ, ആദ്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കണക്ക് കൂട്ടിയ ചെലവ് 7 കോടി രൂപയാണ്. അതിൻ്റെ ഭാഗമായി ഒരാളെങ്കിലും ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുന്നു.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ദേവസ്വം കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്ന റിവൈസ്ഡ് ആക്ച്വൽസ് എന്ന് പറയുന്നത് 4,50,00,000 പ്ലസ് GST ആണ്. 4.5 കോടി പിന്നെ GST കൂടെ കൊടുക്കണം. ഏകദേശം 5 കോടിക്ക് അടുത്ത് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ചെലവ് കുറച്ചതുകൊണ്ടാണോ സംഭവിച്ചത്? അല്ല. പകരം നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന സ്പോൺസർമാരിൽ 3 പ്രധാനപ്പെട്ട ഏജൻസികൾ ഒഴിച്ച് ബാക്കി ആരും ഈ പൈസ കൊടുത്തിട്ടില്ല. 10 ലക്ഷം വാഗ്ദാനം ചെയ്ത ആളുകളുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്ന് എല്ലാ സ്പോൺസർമാരും ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് പിന്മാറാത്ത 3 സ്പോൺസർമാർ, ഒന്ന് കേരള ബാങ്ക് 1 കോടി, ധനലക്ഷ്മി 2 കോടി, അദാനി 1 കോടി. അദാനിയുടെ പൈസ ഇനിയും കിട്ടിയിട്ടില്ല. ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അദാനിയുടെ പൈസ. നേരത്തെ മാധു പറഞ്ഞതുപോലെ അദാനിയിൽ നിന്ന് 1 കോടി രൂപ എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്നത്? ഒറ്റ സാധ്യതയുള്ളൂ. പോർട്ട് മിനിസ്റ്റർ വി എൻ വാസവൻ അവിടെയുണ്ട്. സ്വാഭാവികമായും ഇങ്ങനൊരു പരിപാടിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് തെറ്റല്ല, സ്വീകരിക്കുന്നതും തെറ്റല്ല. അത് കൊടുക്കുന്നത് ശബരിമലയിലെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിനാണ്. അങ്ങനെ സ്പോൺസർഷിപ്പുകളൊക്കെ കൊടുക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നോക്കൂ, സഹകരണ വകുപ്പിൻ്റെ തന്നെ ബാങ്കിൽ നിന്ന് 1 കോടി, പോർട്ട് വകുപ്പിൽ നിന്ന് 1 കോടി, അഥവാ അതിൻ്റെ പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞത്തിൻ്റെ സ്പോൺസറിൽ നിന്ന് 1 കോടി സ്പോൺസർഷിപ്പ് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം കൊടുത്ത എസ്റ്റിമേറ്റ് 7 കോടിയുടെ ഊരാളിങ്കലിൻ്റെ എസ്റ്റിമേറ്റാണ് വിജയൻ അസോസിയേറ്റ് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമിന് വേണ്ടി ദേവസ്വം കമ്മീഷന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ എന്ത് സംഭവിച്ചു? ആഗോള അയ്യപ്പ സംഗമം വിവാദം ഉണ്ടായി. പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞില്ല. ദേവസ്വം ബോർഡിൽ തന്നെ മാറ്റം സംഭവിച്ചു. അതിനെ തുടർന്ന് ഉദ്യോഗസ്ഥന്മാരിൽ പലരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥ സംഭവിച്ചു. ആഗോള അയ്യപ്പ സംഗമം പിന്നീട് സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴി തിരിഞ്ഞതോടെ ദേവസ്വം കമ്മീഷൻ ഈ കണക്കിൻ്റെ കാര്യം മറന്നു. ആക്ച്വലി കണക്കിൻ്റെ കാര്യം മറന്നു. കാരണം പിന്നീട് ദേവസ്വം ബോർഡ് ഈ പണം തിരികെ വരാത്ത സാഹചര്യത്തിലാണ് റിവിഷൻ നടത്തുന്നത്. റിവിഷൻ നടത്തിയ 4.5 കോടിയായ തുക ഈ വിജയൻ അസോസിയേറ്റിനെ അറിയിച്ചിട്ടില്ല. വിജയൻ അസോസിയേറ്റിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏക കണക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ഒരാളുകൾ കൊടുത്തിരിക്കുന്ന 7 കോടിയാണ്. അവരത് വെച്ച് അവരുടെ കയ്യിൽ കിട്ടിയ ബില്ലും കൂടി വെച്ചിട്ട് അവർ ഓഡിറ്റ് തയ്യാറാക്കി അവർ തിരിച്ചു കൊടുക്കുന്നു. അത് ആർക്ക് കൊടുക്കുന്നു? ദേവസ്വം കമ്മീഷണർക്ക് കൊടുക്കുന്നു. ദേവസ്വം കമ്മീഷണർക്ക് അവിടെയും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് വെറ്റ് ചെയ്തില്ല. ദേവസ്വം കമ്മീഷണർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഗൗരവമായി നോക്കാതെ ദേവസ്വം കമ്മീഷൻ ഇതെടുത്ത് ആർക്ക് കൊടുത്തു? ഹൈക്കോടതിയിലെ നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തു. സ്പെഷ്യൽ കമ്മീഷണർ ആ ഓഡിറ്റ് റിപ്പോർട്ട് അതേപോലെ എടുത്ത് കോടതിയുടെ മുമ്പിൽ കൊടുത്തു. കോടതി അങ്ങനെയാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വലിയ ക്രമക്കേടുകളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. 150 ബെഡുകളിൽ 100 ബെഡുകളെ കാണാനുള്ളൂ എന്ന് പറയുന്നു. ഈ ബെഡുകൾ ആർക്കാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല കേട്ടോ. അവിടെ വന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന സ്ഥലം നോക്കൂ. ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ 12 ലക്ഷം രൂപ, ഗ്രീൻഫീൽഡ്സിൽ കുമരകത്തിൽ 1,85,000. കുമരകത്ത് പോയിട്ട് അയ്യപ്പ ഭക്തന്മാർ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂന്നാറിലേക്ക് പോയി. ഇനി കുമരകത്ത് ശരി പമ്പയ്ക്ക് അടുത്താണ്. അതങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയും, ഞാൻ പറയുന്നത് നമ്മൾ ആഗോള അയ്യപ്പ സംഘമാണ് നടത്തുന്നത്. അതെ, വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ പറയുന്ന സ്ഥലത്ത് മാത്രം വിദേശത്തുനിന്ന് ഒരാളുടെ പേര് പറയൂ. അല്ല, ആരെങ്കിലും 3 പേര് വിദേശത്ത് വന്നു. കാനഡയിൽ നിന്ന് വന്ന 2 പേരെ നമ്മൾ ലൈവായിട്ട് എടുത്തു. കാനഡയിൽ നിന്ന് 2 അയ്യപ്പ ഭക്തന്മാർ വന്നത് നമ്മൾ ലൈവായിട്ട് എടുത്തു. അവർ കാനഡയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. ശരി, ആ 2 പേർക്ക് വേണ്ടിയിട്ട് 12 ലക്ഷം രൂപ കൊടുക്കണം. പോട്ടെ, ഒരു 10 പേര് വന്നു എന്ന് കരുതുക. ഈ താജിലെ മുറികളുടെ വാടക എന്ന് പറയുന്നത് 25,000 മുതൽ 52,000. അതും വേണ്ട. താജിൽ കൊടുത്തിരിക്കുന്ന തുക എത്രയാ? താജിൽ കൊടുത്തിരിക്കുന്നത് ഗോകുലം ഗ്രാൻഡ്സിൽ 12 ലക്ഷം, ഗവൺമെന്റ് ഇക്കോളജി 39, ഗ്രീൻഫീൽഡ്സ് കുമരകം 1 ലക്ഷം, ഗസ്റ്റ് ഹൗസ് തിരുവനന്തപുരം, KTDC കുമരകം ഗേറ്റ് വേ 64, KTDC വാട്ടർ സ്കേപ്സ് 2 ലക്ഷം, താജ് ഹോട്ടൽ 5,24,000. 5,24,000 ആണ് താജ് ഹോട്ടൽ. ഇപ്പൊ 50,000 ആണെങ്കിൽ പോലും 25,000 രൂപ ആണെങ്കിൽ പോലും 4 പേരെ താമസിപ്പിക്കുക 1 ലക്ഷം മതി. അവിടെ 5 ലക്ഷം താമസിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ 12,82,000 വരിക? 10,000 രൂപ റൂം ഡിസ്കൗണ്ട് കിട്ടും. ഇത്രയും ബൾക്ക് വരുന്ന സമയത്ത് 10,000 രൂപ റൂം ബുക്കിംഗ് ആണെന്ന് കരുതുക. 10 പേര് താമസിപ്പിച്ചാൽ അവിടെ 1 ലക്ഷം രൂപയാവുള്ളൂ. 12 പേരുണ്ടെങ്കിൽ ആരൊക്കെ അവിടെ താമസിച്ച ആൾക്കാർ? ആരൊക്കെയാണ് ഈ ഗോകുലം ഗ്രാൻഡ്സിലും താജിലും സ്കേപ്സിലും ഒക്കെ താമസിച്ച മനുഷ്യർ? മൂന്നാറിൽ നേരത്തെ മാധു ചോദിച്ച പോലെ മൂന്നാർ വഴി ശബരിമലയിലേക്ക് വരുന്ന റൂട്ട് ആരുണ്ടാക്കി? അപ്പോൾ ഇത് ശരിക്കും വിശ്വാസികളുടെ സംഗമമായിരുന്നോ? അതിൽ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായി ടൂറിസം ഒരു കണക്ടിവിറ്റി സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ദുരൂഹതകൾ ഈ ബില്ലിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയുന്നു, കണക്കിൻ്റെ കാര്യത്തിൽ പാളി, നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം സാധിച്ചെടുക്കാൻ പറ്റൂ. പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം
സാധിച്ചില്ല എന്ന് മാത്രമല്ല, പരോക്ഷമായിട്ട് ഉള്ള രാഷ്ട്രീയ ലക്ഷ്യവും സാധിച്ചെടുത്തില്ല. പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു? പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും വിശ്വാസികളെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമം വഴി എങ്ങനെയാണോ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിലുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിയെ മറികടക്കാൻ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധിക്കും എന്ന് കരുതി. അതാണ് ഒരെണ്ണം പ്രത്യക്ഷത്തിൽ. മറ്റൊരു പ്രത്യക്ഷ ലക്ഷ്യം ഉണ്ടായിരുന്നു. 1033 കോടി രൂപയുടെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ. ഇതിലേതെങ്കിലും ഒരെണ്ണം നേരത്തെ പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ സാധിച്ചു? ഒരെണ്ണം ഈ നിമിഷവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. 1033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കേണ്ട 600 കോടി, 3ാം ഘട്ടത്തിൽ നടപ്പിലാക്കേണ്ട 100 കോടി, ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കേണ്ട 778 കോടി. ഇതിൽ എന്താണ് ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഈ 145 ദിവസം കൊണ്ട് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിന്റെ പ്രത്യക്ഷ ലക്ഷ്യം തന്നെ പാളിയിരിക്കുന്നു. ഇനി പരോക്ഷ ലക്ഷ്യം എന്താണ്? പരോക്ഷ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ BJP ഈഴവ വോട്ടുകൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഒരു പ്രചരണം നടക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനെ മറികടക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ കൂടെ നിർത്തണം, അതിനുവേണ്ടിയുള്ള ഒരു നീക്കം അവിടെ നമ്മൾ കണ്ടു. പക്ഷേ ആ നീക്കവും ഇപ്പോൾ തിരിച്ചടിക്കുന്നു എന്ന സൂചനയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ അപ്പുറത്ത് SNDPയുടെ നേതാവ് വലിയ രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പം അവിടെയും പാളുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് NSSനും SNDPയും ഒപ്പം നിർത്താൻ അത് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഒരു ഐക്യത്തിലേക്കൊക്കെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അവർ ഐക്യത്തിലേക്ക് എത്തിയില്ല. ഒടുവിൽ സുകുമാരൻ നായർ ഇതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ NSSന്റെ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചൊരു വലിയ പിന്തുണ. SNDPയുടെ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ അവിടെ കിട്ടി. പക്ഷേ അത് വലിയ രീതിയിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതൊരു പക്ഷത്തെ ന്യൂനപക്ഷ സ്ഥാനം. ഇനി ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുള്ളത്, ഇടത് ഹിന്ദുത്വം എന്ന നരേറ്റീവിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. അത് സ്മൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ വിയോജിക്കുന്നു. കാര്യം അങ്ങനൊരു ആശയം ഇടത് ഹിന്ദുത്വം എന്നൊരു ആശയം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇടത് ഹിന്ദുത്വം ആയതുകൊണ്ടാണോ അതിനുശേഷം SIRന്റെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ പേരിൽ രാജ്യത്തെമ്പാടും ഇടതുപക്ഷം സമരം ചെയ്തത്? ഇടതുപക്ഷം സമരം ചെയ്തത് ഇടത് ഹിന്ദുത്വയുടെ ഭാഗമായിട്ടാണോ? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നരേറ്റീവാണ് ഇടത് ഹിന്ദുത്വം എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് കേട്ടത് അവരുടെ പ്രസ്താവനകളിലാണ്. പക്ഷേ ആ നരേറ്റീവിന് യാതൊരു വസ്തുതയുമില്ല എന്നുള്ളതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നതിൻ്റെ ഭാഗമായത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇടത് ഹിന്ദുത്വം എന്ന് ഈ വിഭാഗത്ത് പറഞ്ഞാൽ മറുഭാഗത്ത് നിങ്ങൾ എന്ത് പറയും? അതെന്ത് ഹിന്ദുത്വ, ഏത് തരം വർഗീയതയാണ് മറുഭാഗത്ത് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്? അതുകൊണ്ട് ആ രാഷ്ട്രീയ നരേറ്റീവിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രത്യക്ഷ ലക്ഷ്യവും പരോക്ഷ ലക്ഷ്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വ്യക്തത വരുത്തി 21-ാം തീയതി ദേവസ്വം ബോർഡ് കൊടുത്തില്ലെങ്കിൽ ഇത് സ്വർണ്ണക്കൊള്ള പോലെ ഈ തെരഞ്ഞെടുപ്പിൽ കത്താൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഡോക്ടർ അരുൺ എന്നോട് വിയോജിപ്പ് പറഞ്ഞതുകൊണ്ട് ഈ കാര്യത്തിൽ BJPയിലെ നേതാക്കൾ പറയുന്ന പോലുള്ള പല പ്രതികരണങ്ങളും CPM നേതാക്കളിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടായിട്ടൊന്നും എടുക്കണ്ട. ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം BJP നേതാക്കളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ മന്ത്രി സജി ചെറിയാൻ അടക്കം നടത്തിയ ചില പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പേര് കണ്ടാൽ അറിയാമെന്ന് പറയുന്നത്, മോദി വേഷം കണ്ടാൽ അറിയാം എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങളും സമരങ്ങളിൽ പങ്കെടുക്കുന്നവർ CPM വിരുദ്ധരായ ഒരു സംവിധാനമാണെങ്കിൽ അതിനെ ഏതെങ്കിലും തീവ്ര സംഘടനയുമായി ബന്ധപ്പെടുത്തി പറയുക. സാധാരണ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുത്ത സമരത്തിൽ പോലും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലല്ല, എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുണ്ട്. ഇപ്പോൾ സജി ചെറിയൻ്റെ കാര്യത്തിൽ, കാസർഗോഡിൻ്റെ കാര്യത്തിൽ പേര് പറയാമെന്ന് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തെ മാത്രം നോക്കിയാണ്. അയ്യോ, അത് ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അത് അദ്ദേഹം അങ്ങനെയല്ല. കാസർഗോഡ് നഗരസഭ എന്നതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള വളരെ വ്യക്തമാണ്. പിന്നീട് പറഞ്ഞു പാളുകയാണ്. പിന്നെ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പാർട്ടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അല്ലല്ല, ഇതെങ്ങനെയാണ് താങ്കൾ പറയൂ, കാസർഗോഡ് എങ്ങനെയാണത് വരിക? ഈ BJPയുടെ ലൈനാണെങ്കിൽ BJP വിമർശിക്കാനാണ് അദ്ദേഹം ആ വാചകത്തിൽ പറയുന്നത്. കാസർഗോഡ് BJPയുടെ വളർച്ചയും ലീഗിന്റെ വളർച്ചയും കുറിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചത്. അല്ലല്ല, പേരിന്റെ കാര്യത്തിൽ മലപ്പുറത്തെ കുറിച്ചുള്ള പരാമർശം കൂടെ വന്നതുകൊണ്ട് പാളി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവിടെ നടത്തിയത് BJPയുടെ ചുവട് പിടിച്ചാണ് മിണ്ടാതിരിക്കാൻ പാർട്ടി പിന്നീട് പറഞ്ഞത്. നിമിഷം, വസ്തുതയും സാങ്കേതികത്വവും രണ്ടും രണ്ടാണ്. വസ്തുതയുടെ കാര്യമായിട്ട് പറഞ്ഞാൽ ഇനി വേറൊരു കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഇതിൽ പല വിഷയങ്ങളിലും BJPയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. BJPയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഏത് കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? BJP മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറയുന്ന പല പ്രയോഗങ്ങളും അയ്യോ ഇതെന്താ CPM നേതാവിൽ നിന്ന് കേൾക്കുന്നത് എന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള പ്രതികരണം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ട് പറഞ്ഞ ഒരു വാചകം പറയൂ.
അതെ, തീവ്രവാദികൾ എന്ന രൂപത്തിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെയും കുട്ടികൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ച്? കോഴിക്കോട് സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം 2 കൊല്ലം മുമ്പാണ്. ആരെക്കുറിച്ച്? ആ സ്ത്രീകൾക്ക് അവർക്കൊന്നും രാഷ്ട്രീയ നേതാക്കളൊന്നല്ലേ, വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാരൊന്നുമല്ല, ഒന്നുമല്ല. റോഡിലെ സമരം ചെയ്യുന്ന സ്ത്രീകളാണ്. വെൽഫെയർ പാർട്ടിയെ കുറിച്ചോ അതല്ലെങ്കിൽ ഞാൻ വെൽഫെയർ പാർട്ടിയെ കുറിച്ചല്ല പറയുന്നത്. ഒരിക്കലും. അതാണ് അങ്ങയുടെ പ്രശ്നം. അങ്ങയുടെ പ്രശ്നം ഇതാണ്. ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയാണ് എന്ന രൂപത്തിൽ അവരെല്ലാന്നേ അങ്ങനെയൊന്നുള്ളവരൊന്നുമല്ല സമരത്തിൽ പങ്കെടുത്തത്. എന്റെ ഓർമ്മയിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമേ അല്ല പറയുന്നത്. ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ മതരാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തെ വിമർശിക്കുന്നു എന്നുള്ള നരേറ്റീവ് ഞാൻ ആ വിഷയമേ അല്ല പറഞ്ഞത്. സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ അത് ഉടനെ മതരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് നിങ്ങൾക്കും ബി ജെ പിക്കും ഒരുപോലെ ഗുണം ചെയ്യും എന്ന് CPM കരുതുന്നു. നിങ്ങൾ എന്ന് ഉദ്ദേശിച്ച CPM-നും BJP-ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നു ഇപ്പോൾ CPM കരുതുകയാണ്. അതാണ് ഇപ്പോൾ ചെലവാകുക എന്ന് കണ്ടുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ. അതുകൊണ്ട് ഇനിയും തർക്കമില്ല. ശരി, ഇന്നിപ്പോ പണിമുടക്ക് ദിവസമല്ലേ? ഇന്ന് പണിമുടക്ക് ദിവസം ഈ പണിമുടക്കിനെ അനുകൂലിച്ചത് CPM ആണ്. പണിമുടക്ക് കേരള ബന്ധാകരുതെന്നും പണിമുടക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞത് ശശി തരൂരാണ്. BJP അനുകൂല നിലപാട് ആരുടെയാണ്? BJP അനുകൂല നിലപാട്. ഈ പണിമുടക്ക് എന്ന് വെച്ചാൽ ഈ പറയുന്ന പണിമുടക്കിൽ നമ്മൾ ഇന്ന് കണ്ട വാർത്തകൾ എന്തൊക്കെയാണ്? ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാതെ രോഗികൾ മടങ്ങി പോകുന്ന കാഴ്ചയാണ്. പണിമുടക്കാകരുത്. എനിക്ക് ഞാനിതിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ അടക്കം INTUC അടക്കം 10 ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നടത്തിയ സംയുക്ത പണിമുടക്കിനെയാണ് പ്രതിപക്ഷം തള്ളി പറയുന്നത്. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. യാത്രയുമായി ബന്ധപ്പെട്ട് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. യാത്ര നടത്തുന്നത് നിർത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യാത്ര നിർത്താൻ പറ്റില്ല. യാത്ര ഈ സമര പരിപാടി നോക്കൂ, സംസ്ഥാന സർക്കാരിനെതിരെ സമര പരിപാടിയായിട്ടാണ് ഈ രാഷ്ട്രീയ യാത്ര. വിരുദ്ധ നയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. INTUC-ന്റെ നേതാക്കന്മാർക്ക് കൽപ്പറ്റ ലോറി തടഞ്ഞു വെക്കാം. കുഴപ്പമൊന്നുമില്ല. ഇവിടെ സമരം വേറെ നടത്തും വേണം. ഏത് പാവങ്ങൾ ഒരു 2 കിലോമീറ്റർ പോയാൽ വീട്ടിലെത്തുന്ന ആളെ ലോറി വെച്ച് INTUC നേതാക്കന്മാർക്ക് തടഞ്ഞു വെക്കാം. ഡോക്ടർ അരുൺകുമാർ സംസാരിച്ച സമയത്ത് പ്രത്യക്ഷമായ ലക്ഷ്യമോ പരോക്ഷമായ ലക്ഷ്യമോ മറ്റോ സാമുദായിക നേതാക്കളെ കൂടെ നിർത്തിയത് അനുകൂലമായിരുന്നു, വിജയമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, സാമുദായിക നേതാക്കളല്ല, NSS-ന്റെ പിന്തുണ കിട്ടി. NSS-ന്റെ പിന്തുണ ഇതിന് അനുഗ്രഹാശിസിന് വേണ്ടിയിട്ടാണോ? അല്ല, അനുഗ്രഹാശിസുകളല്ല. നോക്കൂ, ഈ നിലവിൽ അതിനുശേഷം NSS-ന്റെ റിയാക്ഷൻസ് ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ ആദ്യം പ്രതികരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഘം നടത്തി? അയ്യപ്പ സംഘം നടത്തിയത്. നോക്കൂ, അത് പരോക്ഷമായ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ലക്ഷ്യമുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമുക്ക് പതപ്പിച്ച് പറയാനേ ഉള്ളൂ. എന്താണ് ലക്ഷ്യം? 100% ഇതൊരു അതുകൊണ്ടാണ് പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ പറഞ്ഞെന്താ, അയ്യപ്പന് പേരുണ്ടാക്കി കൊടുക്കാൻ എന്നല്ലേ പറഞ്ഞത്? അതാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിന് നിലപാടിൽ പ്രത്യക്ഷവും പരോക്ഷമില്ല. 4 വോട്ടിന് വേണ്ടി നോക്കൂ, 4 വോട്ടിന് വേണ്ടിട്ടേ പിന്നെ എന്താണ് വെൽഫെയർ പാർട്ടിനെയും 4 വോട്ടിന് വേണ്ടി വെൽഫെയർ പാർട്ടിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും ഒക്കെ കൂടെ പിടിക്കാം. മതരാഷ്ട്രവാദം വിളിച്ചു പറയാം, അതൊന്നും പ്രശ്നമില്ല. UDF-ന് നേരത്തെ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറുമായിട്ട് കമ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, തയ്യാറല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പൊളിറ്റിക്കൽ നീക്കങ്ങളിലും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ദാറ്റ്സ് എ ഫാക്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ആരും നിഷേധിക്കില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രത്യക്ഷ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ വികസന ലക്ഷ്യമായിരുന്നു, മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ ഒരെണ്ണവും നടപ്പിലായില്ല, പാളി. രണ്ടാമത്തേത് പരോക്ഷ ലക്ഷ്യം. ആ പരോക്ഷ ലക്ഷ്യത്തിൽ നിങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നു. വിശ്വാസികളെ ഒപ്പം നിർത്തുക, ഒപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക. ആ ലക്ഷ്യം പാളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പരോക്ഷ ലക്ഷ്യം നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരെയാണ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, ഇതേ കാര്യം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിഷയമാക്കിയത് മറുഭാഗത്ത് കോൺഗ്രസ് ആണ്. ബാക്കി കാര്യങ്ങൾ മറച്ചു വെച്ചു. പാരണിപ്പാട്ടിൽ എന്താ സംഭവിച്ചത്? എന്താ ഒടുവിൽ അടൂർ പ്രകാശിന് മറുപടി ഇല്ലാതെ പോകുന്നത്? ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിച്ചോ എന്നാണ് ചോദ്യം. പിയാസുനിൽ വലിയ നാണക്കേടായി എന്നാണ് എൻ്റെ അഭിപ്രായം സർക്കാരിനെ സംബന്ധിച്ച്. കാരണം ഇത് ആശയപരമായി ഈ അയ്യപ്പ സംഗമം നടത്തിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഞാൻ നേരത്തെയും മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം CPM പോലെ ഒരു പാർട്ടി അയ്യപ്പ സംഗമം പോലൊരു പരിപാടി നടത്താൻ പാടില്ലായിരുന്നു. അതിന്
സർക്കാരും CPM നേതൃത്വം നൽകുന്ന സർക്കാരും അങ്ങനെ ഒരു നീക്കം നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ നേരത്തെയും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ആ വിധി നടപ്പാക്കാൻ മുന്നോട്ട് വന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അന്ന് ധീരമായി തീരുമാനമെടുത്തു. അതിനുവേണ്ടി നവോത്ഥാനം അതിലൊക്കെ തന്നെ തീർത്തുകൊണ്ട് വലിയ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. അതിൻ്റെ തിരിച്ചടി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടതുമാണ്. പക്ഷേ പിന്നീട് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്കെതിരാണ് CPM, വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷ സർക്കാർ എന്നൊരു തോന്നലുണ്ടായി. ആ തോന്നൽ മറികടക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നു ഈ അയ്യപ്പ സംഗമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം വലിയ പിഴവായിരുന്നു. ആശയപരമായി രാഷ്ട്രീയപരമായി CPM-ന് അത് ഗുണം ചെയ്തില്ല എന്ന് നമുക്കിപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. ഏതായാലും അയ്യപ്പ സംഗമത്തിൻ്റെ തുടർച്ചയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വരുന്നത്, വലിയ ആരോപണം വരുന്നത്, CPM നേതാക്കൾ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ആ വിഷയത്തിലൊക്കെ അന്വേഷണം ശക്തമായി നടക്കുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ശബരിമല തിളച്ചു മറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കണക്കുകളിലെ പൊരുത്തക്കേട് സംബന്ധിച്ച് വരുന്നത്. കാരണം ഇക്കാര്യത്തിലൊക്കെ ഇതിന് വലിയ ക്രമക്കേട് നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കൃത്യമായി നമുക്കത് പറയാൻ പറ്റില്ല. കോടതി പറഞ്ഞിട്ടില്ല, അന്വേഷണ സംഘം പറഞ്ഞിട്ടില്ല. ഇതൊരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. ഈ കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിപ്പോൾ കമ്മീഷൻ ഹൈക്കോടതിയുടെ മുൻപാകെ നൽകിയിരിക്കുന്നു. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറയുന്നു. അതിന് മറുപടി ചോദിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ അത് ദേവസ്വം ബോർഡ് മറുപടി നൽകുമായിരിക്കും. അപ്പോഴറിയാം ഇതിലെന്തെങ്കിലും പൊരുത്തക്കേട് നടന്നിട്ടുണ്ടോ, ക്രമക്കേട് നടന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ നമുക്ക് തോന്നും. അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഇപ്പോൾ ഒരുപാട് നിങ്ങളെല്ലാവരും കുറേ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അതായത് 3000 പേർ ഭക്ഷണം കഴിച്ചെന്ന കണക്ക്. പക്ഷേ 500 പേരെ കഴിച്ചിട്ടുള്ളൂ. അതുപോലെ ഉച്ചയ്ക്ക് 5000 പേർക്ക് ഭക്ഷണം, 8.5 ലക്ഷം ചിലവെന്ന് കണക്കിൽ പറയുന്നു. അതുപോലെ തന്നെ സർക്കാർ കണക്ക് പ്രകാരം ആകെ 4000 പേർ മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പം ഈ പങ്കെടുത്ത ആളുകൾ സംബന്ധിച്ച അവ്യക്തതയുണ്ട്, അവിടെ ചിലവാക്കിയ പണം സംബന്ധിച്ച അവ്യക്തതയുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലുകൾ, അതിൻ്റെ ടാക്സ്, ഇതൊക്കെ സംബന്ധിച്ചിപ്പോൾ കോടതിക്ക് സംശയം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് സാമ്പത്തികമായി അവർക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ്. അവർക്ക് പൈസ റീക്യൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കണക്കുകൾ വരട്ടെ. ഒരു കാര്യം കൂടെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് മുഴുവൻ കഴിഞ്ഞിട്ട് ഓഡിറ്റർ ആളോട് ക്ലയന്റിനോട് ചോദിക്കും ഇത്രയും കുഴപ്പങ്ങളുണ്ട്, ഇത്രയും കുഴപ്പങ്ങളുണ്ട്, ഇത് എങ്ങനെയാ ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിട്ടില്ല. ഇല്ല, അതിപ്പോൾ നമ്മൾ കോടതിയിൽ വന്നല്ലോ. അല്ലല്ല, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത് ചോദിച്ചില്ല. ഫെയിലിയർ വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെ ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഈ 5 കോടിയിലേക്ക് ചുരുക്കാനുള്ള ഒരു കാര്യം നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ. അത് ഈ കണക്ക് എവിടെയും കൂട്ടിച്ചേർത്തൊരു എവിടെയും കൊണ്ടുപോയി 2 വരെ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ നീക്കം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ എസ്റ്റിമേഷൻ കാര്യം പറഞ്ഞല്ലോ. എസ്റ്റിമേഷൻ നടക്കുന്നതിന് മുമ്പല്ലേ, നമ്മളൊരു പരിപാടി നടത്തുന്നതിന് മുമ്പല്ലേ എസ്റ്റിമേഷൻ റിവൈസ് ചെയ്ത് ബില്ല് ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് വയനാട് സമയത്ത് കേന്ദ്രത്തിന് കൊടുത്ത കണക്കിലും ഈ എസ്റ്റിമേഷൻ നമ്മൾ കേട്ടിരുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സുനിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, 5000 പേർക്ക് ഫുഡ് വേണം, 3000 പേരെ പങ്കെടുത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊരു കല്യാണം ഒരു മിനിറ്റ് 5000 പേരെ വിളിക്കുകയാണ്. നമ്മൾ 5000 പേരെ കല്യാണം വിളിക്കുന്നു. നമുക്ക് 3000 പേരെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് 5000 പേരെ വിളിക്കാൻ പറ്റുമല്ലോ. അത് കുഴിച്ചിട്ടോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് 5000 കൂടി എക്സ്പെൻസ് ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് കോൺട്രാക്ട്. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഒരാളുകളുടെ സബ്സിഡിയിലേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏജൻസി കൊടുക്കുകയാണ്. അവരോട് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി. 7000 ആൾക്കാർ പങ്കെടുക്കേണ്ട പരിപാടി, 7000 ആൾക്കാർക്ക് പങ്കെടുക്കേണ്ട പന്തലുണ്ടാക്കണം, അതിനുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം, അവർക്ക് അതിന് സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കണം. അതാണ് കണക്ക്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അത് 4000 ആൾക്കാരെ പങ്കെടുത്തിട്ടുള്ളൂ, 5000 ആൾക്കാർ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ടേ കുഴിച്ചിട്ട്, ഞാൻ പറഞ്ഞ ഫുഡ് കുഴിച്ചിട്ടോ വേറെ കാര്യമാണ്. പക്ഷേ എന്താണ് എക്സ്പെൻസ് 5000 തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്താ, ഇതൊരു ഓഡിറ്റ് റിപ്പോർട്ടില് സുതാര്യതയില്ല എന്ന് അതിനു വേണ്ടിയിട്ടാണ് 11/9 ഈ ഉത്തരവിറക്കിയത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ ഉണ്ടാകണമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് കോടതി ആ നിർദ്ദേശം നൽകിയത്. അത് കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞതിന്റെ പേരിലാണ് സംഗമം നടന്നത്. 21-ാം തീയതി ആ ഡോക്യുമെന്റ്സ് ദേവസ്വം ബോർഡ് കൊടുക്കുകയും വേണം. ഇതിന് കൃത്യമായി വിശദീകരണം കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. കൊടുക്കട്ടെ, 21-ാം തീയതിക്ക് ശേഷം നമുക്ക് ഇതിലൊരു തീർപ്പിലേക്ക് എത്താം. ഇപ്പോഴത്തെ ദേവസ്വം
പ്രസിഡന്റിന് ഒരു റോളുണ്ട്. അതെ, സംഗമം തിരിച്ചടിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇല്ലേ? 6 പേരുടെയും അഭിപ്രായം അല്ല, യെസ് എന്ന് അതെ. തന്നെയാണ്. കണക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതെ. Meet the editors.